കിച്ചു ഉണ്ടെങ്കിൽ രേണു സുധിക്കെതിരെ അതുപോലെ തന്നെ രേണുവിൻ്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനെതിരെയൊക്കെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് രേണു ഇതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ മെയിനായിട്ട് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വലുതായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് മെയിനായിട്ട് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് അറിയില്ല, ഇങ്ങനെ സംസാരിച്ചതെന്ന് അറിയില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല രീതിയിൽ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്, പൈസ എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലൊരു ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല. ഇനി ഇത് വെളിയിൽ നിന്ന് കുറേയധികം പേര് കളിക്കുന്ന കാര്യങ്ങളാണ്. അവനെ എനിക്കെതിരെ തിരിക്കാൻ കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് അവസാനം ഫലം കണ്ടു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും തളരത്തില്ല എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഈ കിച്ചു പറഞ്ഞതിനേക്കാൾ കിച്ചുവിൻ്റെ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് കുറേയധികം പേര് തനിക്കെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതാണ് തനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാക്കിയത് എന്നാണ് രേണു ആ ഒരു മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.